തിരുവനന്തപുരം നഗരവാസികൾക്ക് ആഘോഷങ്ങളും ഉത്സവങ്ങളും പുതുമയല്ല. എന്നാൽ 7 വർഷത്തിനു ശേഷം 6ാം തവണ സംസ്ഥാന സ്കൂൾ കലോത്സവം തലസ്ഥാന നഗരിയിലെത്തുമ്പോൾ നഗരവാസികളുടെ മനസ്സറിയാനായി ഒരു ഓട്ടപ്രദക്ഷിണം. കൗമാരോത്സവത്തെ വരവേൽക്കാൻ തിരുവനന്തപുരം ഒരുങ്ങിക്കഴിഞ്ഞു. നഗരത്തിരക്കിനിടെ അനന്തപുരി കൗമാരോത്സവത്തെ എങ്ങനെയാകും കാണുക? പുത്തിരിക്കണ്ട മൈതാനത്ത് ഇന്ന് തുടങ്ങുന്നു 55ാമത് സ്കൂൾ കലോത്സവം. വീണ്ടും വിജയം തേടി കോഴിക്കോടും തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട് തന്നെയാണ് തിരുവനന്തപുരം ഇപ്രാവശ്യം കപ്പ് കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസം. പിള്ളേർക്കൊക്കെ നോക്കാണ്ടേ, അപ്പോൾ അത് കലോത്സവം നോക്കി നമുക്ക് വയറ് നിറയില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ പോകാൻ ബുദ്ധിമുട്ടുണ്ട്. താല്പര്യമുണ്ട്, സമയമില്ല. കലോത്സവം കാണാനായിട്ട് പോവാറുണ്ട്. ഇപ്പം നാളെ തൊട്ടല്ലേ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ്, അപ്പം ഞാൻ പോവും. ഇതിനിടയിൽ കണ്ടുമുട്ടിയ ചിലരുടെ കലോത്സവ ഓർമ്മകളാണ് ഇനി. നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ധാരാളം നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പഴയൊരു നാടകത്തിൻ്റെ ഡയലോഗ്, ചിരട്ടിയുണ്ട് തേങ്ങയില്ല, എങ്ങോട്ടാണ് മുത്തശ്ശി ഇനി പോകുന്നത്, നിങ്ങൾക്ക് ഞാനില്ലേ മുത്തശ്ശി. എന്നും കളപുര ചെയ്യും മണ്ണിൽ വിണ്ണിൽ നിന്നൊരു ജലബിന്ദു പൊട്ടിച്ചിതറി അണഞ്ഞോ മണ്ണിൽ പെട്ടെന്നൊരു പെരുമഴ വന്നു. സത്യം പറയാൻ തേങ്ങിയ ഗഗനം നിർത്തിയ വണ്ടുകൾ മൃദു കാണാം. തിരുവനന്തപുരത്തുകാർ അങ്ങനെയാണ്, ഉള്ളിൽ കരയൊളിപ്പിച്ച് ജീവിക്കാനായി നെട്ടോട്ടമോടുന്നവർ. ക്യാമറാമാൻ കാജ ഹുസൈനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.